ആകെ സംവിധാനം ചെയ്തത് 3 സിനിമകൾ, 3 മനം കവർന്ന ക്രാഫ്റ്റുകൾ. കഥാന്ത്യത്തിൽ കലങ്ങിത്തെളിഞ്ഞ് കണ്ണുനീർ കളിചിരിയാകുന്നേരം ആ പേര് സ്ക്രീനിൽ എഴുതി കാണിക്കും. അവിടെ കയ്യടി വീഴും. അയാൾ കഥ പറയുകയല്ല, കഥയ്ക്കുള്ളിലേക്ക് പ്രേക്ഷകനെ കൊണ്ടുപോവുകയാണ്. 2.5 മണിക്കൂർ നമ്മൾ ആ ലോകത്താണെങ്കിൽ അതിനുശേഷം അതേ ലോകം നമ്മുടെ ഉള്ളിലാകും. ജാനേമന്നിൽ കാനഡയുടെ തണുപ്പിൽ ഒറ്റപ്പെടുന്ന ജോയിമോനും മഞ്ഞുമലിൽ ഗുണാക്കേവിൻ്റെ ഇരുളിലകപ്പെടുന്ന സുഭാഷും ഇപ്പോൾ ബാലനും. ഇവരെല്ലാം നമുക്ക് സമ്മാനിച്ചത് പലതരം ഭാവങ്ങളാണെങ്കിലും അവയ്ക്കൊരു പൊതു സ്വഭാവമുണ്ട്. എത്രയൊക്കെ ഒറ്റപ്പെട്ടാലും ചേർത്ത് നിർത്താൻ മറ്റൊരു മനുഷ്യൻ കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ. ഓരോ തവണയും ഒരു ചിദംബരം സിനിമ വരുമ്പോഴും പ്രതീക്ഷകൾ ഒരുപാടാണ്. മനം നിറഞ്ഞ് ഇറങ്ങി വരാനാകുമെന്ന വിശ്വാസം, കണ്ണിന് കുളിർമയേകുന്ന വിഷ്വലുകൾ കിട്ടുമെന്ന സന്തോഷം, പിന്നെ സിനിമ കഴിഞ്ഞാലും കൂടെ പോരുന്ന ഒരു പിടി മനുഷ്യരും. ഓരോ സിനിമ കഴിയുമ്പോഴും ചിദംബരം എന്ന ക്രാഫ്റ്റ്സ്മാനിലുള്ള കോൺഫിഡൻസ് കൂടിയാണ് വർദ്ധിക്കുന്നത്. മഞ്ഞുമൽ നൽകിയ ഹൈ കെട്ടടങ്ങിയിട്ട് പോലുമില്ല. സൗത്ത് ഇന്ത്യ മൊത്തം ട്രെൻഡായ ഇൻഡസ്ട്രി ഹിറ്റടിച്ച സിനിമയ്ക്ക് ശേഷം അയാൾ വന്നതോ താരതമ്യേന കുറഞ്ഞ ബജറ്റിലൊരുക്കിയ ബാലനുമായി. ആ ബാലനിത ഇപ്പോൾ അടുത്ത സൂപ്പർ ഹിറ്റിലേക്ക് കുതിക്കുന്നു. അമ്മയും മകനും വന്നുപോകുന്ന ആകെയുള്ള കുറച്ച് കഥാപാത്രങ്ങളും കൂടി ആ സ്ഥലവും പരിസരവും എല്ലാം ആഴത്തിൽ പതിപ്പിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. സ്ലോലി തുടങ്ങി ക്ലൈമാക്സ് നൽകുന്ന മറ്റൊരു ചിദംബരം മാജിക്. അബ്സല്യൂട്ട് സിനിമയെന്നല്ലാതെ മറ്റെങ്ങനെ വിശേഷിപ്പിക്കാൻ? പെർഫോമൻസ്, സിനിമാറ്റോഗ്രഫി, സ്കോർസ്, അങ്ങനെ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് എടുത്താലും ഒന്നിനൊന്ന് മെച്ചം. ആവേശവും രോമാഞ്ചവും സമ്മാനിച്ച ജിത്തുവിന്റെ മനോഹരമായ കഥയെ ഷൈജു ഖാലിദ് അതിമനോഹരമായി പകർത്തി. സുഷിന്റെ സംഗീതം കൂടിയായപ്പോൾ അതിന്റെ മൊഞ്ച് ഒന്നുകൂടി കൂടി. പിന്നെ നിശബ്ദതകളിൽ പോലും സ്നേഹം നിറയ്ക്കുന്ന അമ്മ മകൻ കോംബോയും. പുതിയ കഥകളുമായി സഞ്ചരിക്കുന്ന അവരാണ് സിനിമ തീരുമ്പോൾ നമ്മുടെ കൂടെ പോരുന്നവർ. അവരുടെ ഇനിയുള്ള യാത്ര നമ്മളോടൊപ്പമാകും. രാജീവ് രവി, KU മോഹനൻ, ജയരാജ് എന്നിവരുടെ അസിസ്റ്റന്റ് ആയിരുന്ന ചിദംബരം 2021 ആദ്യ ചിത്രമായ ജാനേമൻ സംവിധാനം ചെയ്യുന്നത്. സഹോദരൻ ഗണപതിയോടൊപ്പം തിരക്കഥ എഴുതിയ സിനിമ. അടുത്തടുത്ത വീടുകളിലെ പിറന്നാളും മരണവും കഥാതന്തുവായ ചിത്രം ഫ്രഷ് അറ്റംപ്റ്റ് ആയിരുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരം കഥ പറച്ചിൽ. മനുഷ്യ മനസ്സിലെ പല വികാരങ്ങളും പല കഥാപാത്രങ്ങളിലൂടെ എക്സ്പ്രസ് ചെയ്ത ചിത്രം. ജോയ്മോനിലൂടെ ഒരേ സമയം ചിരിപ്പിച്ചു, ഏകാന്തതയുടെ പല തലങ്ങൾ അവതരിപ്പിച്ചു. അങ്ങനെ ഒരു വണ്ടർ. 2024 മഞ്ഞുമലെത്തി. പാൻ ഇന്ത്യൻ റീച്ചിൽ പാഞ്ഞ സിനിമ. യഥാർത്ഥ കഥ പറഞ്ഞ സിനിമയെ വെറുമൊരു സർവൈവൽ ത്രില്ലർ എന്നതിനപ്പുറത്തേക്ക് ചിദംബരം കൊണ്ടുപോയി. തിയേറ്റർ സൈലന്റായ ആ വീഴ്ചയിൽ നിന്ന് സുഭാഷിനെ കരയ്ക്ക് എത്തിക്കുമെന്ന് സിനിമ കാണുന്ന എല്ലാവർക്കും അറിയാം. എന്നാൽ എങ്ങനെ? അതിനായി ആ സുഹൃത്തുക്കൾ ഏതറ്റം വരെ പോകും? ഏതറ്റം വരെ പോയിട്ടായാലും അവനെയും കൊണ്ടേ നാട്ടിലേക്കുള്ളൂവെന്ന അവരുടെ തീരുമാനം നമ്മളുടേത് കൂടിയാണ്. അതാണ് ചിദംബരം മാജിക്. എന്ത് സംഭവിക്കുമെന്ന് കാണുന്നവർക്ക് കൃത്യമായി അറിയാം. പക്ഷേ അതിലേക്കുള്ള യാത്ര മാജിക്കലാണ്. ആ സെറ്റിങ്ങും സോങ് പ്ലേസ്മെന്റും ലൂസടിക്കലുമെല്ലാം ആ മജീഷ്യന്റെ വിസ്മയമാണ്. അനിയൻ ഗണപതി ആ ജേണിയിലെ ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. പണ്ട് പാലും പഴവും കൈകളിലേന്തി വന്ന പയ്യനാണ് ചിദംബരം സിനിമകളിലെ അൺസങ് ഹീറോ. ബാലനിലെയും മഞ്ഞുമല്ലിലെയും ഫ്രഷ് കഥാപാത്രങ്ങളുടെ പിന്നിലെ ഹീറോ. ഇതിനിടെ ചിദംബരം അഭിനയ രംഗത്തും കൈവച്ചു. ഒരു ദുരൂഹ സാഹചര്യത്തിൽ മികച്ച പ്രകടനം. ഇനി വരാനുള്ളത് ഒരു ഹിന്ദി ചിത്രമാണ്. ഇതിനിടെ ലാലേട്ടൻ പടവും പറഞ്ഞു കേൾക്കുന്നു. ഏത് സിനിമയായാലും ആ സിനിമകൾ ആ സംവിധായകന്റെ മറ്റൊരു അത്ഭുതമാകുമെന്നതിൽ ആർക്കും സംശയമുണ്ടാകില്ല. അതിനായി കാത്തിരിക്കാം. തിയേറ്ററിൽ തന്നെ എൻജോയ് ചെയ്യാം. പുതിയ കഥാപാത്രങ്ങളെ കൂടെ ചേർക്കാം.